ഹലോ അച്ഛാ. എന്താ മോളെ, ഇന്നത്തെ ദിവസം അച്ഛനൊരു വിളി പ്രതീക്ഷിച്ചിരുന്നു. നാളെ മോർണിംഗ് എത്തില്ലേ? അതിന് നാളത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? സാധാരണ എല്ലാ വർഷവും ഈ ദിവസം അച്ഛൻ എന്റെ കുട്ടിയെ അടുത്ത് പിടിച്ചിരുത്താറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ കുട്ടിക്ക് എന്ന് ചോദിക്കും. സോറി അച്ഛാ, നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. ജന്മദിനാണോ എന്ന് അറിഞ്ഞൂടാ. അച്ഛന്റെ കയ്യിൽ നിന്നെ കിട്ടിയ ദിവസം അതല്ലേ ജന്മദിനായിട്ട് ആഘോഷിക്കുന്നത്. ഞാൻ പരാതി ഒന്നും പറയുന്നില്ല. കണിമംഗലത്തെ കാര്യങ്ങളും മ്യൂസിക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ മോള് തിരക്കില്ലല്ലേ. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ തന്നെ പ്രിയങ്കയും വരുണിനെയും കൂട്ടി ഇങ്ങോട്ട് വരൂ. അച്ഛൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചോളാം. അച്ഛാ, വരുണിവിടെ ഇല്ല. ഏട്ടത്തിയുടെയും ഏട്ടന്റെയും ഒപ്പം എസ്റ്റേറ്റിൽ പോയിരിക്കാം. അതിനെന്താ, ഞാൻ അയാളെ വിളിക്കാം. അയാൾ പറഞ്ഞിങ്ങെത്തില്ലേ? വേണ്ട, വരുണിനെ അച്ഛൻ വിളിക്കണ്ട. എന്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചാ പിന്നെ അവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അച്ഛൻ വരുണിനെ വിളിക്കരുത് കേട്ടോ. എന്റെ കുട്ടിയോടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യോ? ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ എല്ലാ തവണത്തെ പോലെ ഞാൻ ചോദിക്കുക, എന്താ എന്റെ പിറന്നാൾ കുട്ടിക്ക് വേണ്ടത്? അച്ഛന്റെ അമ്മയുടെ സ്നേഹം അല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇത്തവണ അത് തന്നെ മതി. 100,000 ആഗ്രഹങ്ങൾ പറയുന്ന പെൺകുട്ടികളുള്ളടത്ത് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്ന ഒരു കുട്ടി, ഇത് കുറച്ച് കഷ്ടമാ മോളെ. രാധിക മോളുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവേണ്ടത് വരുണ. അറിയുമ്പോ അവന് സന്തോഷാവും. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം.